ഹലോ എവരി വൺ വെൽക്കം ടു ബയോബാറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10ന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പാർട്സ് ഓഫ് എവല്യൂഷനെ കുറിച്ചാണ്. എവല്യൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പരിണാമം അല്ലേ. അപ്പോൾ ഈ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ്സാണ്, ഗ്രാജുവൽ ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ പഴയ ഒരു മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്ക് ഇപ്പോൾ ഒരു ടെക്നോളജീസും AI ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു മനുഷ്യനിലേക്ക് എത്തുന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചാണ്. നമ്മുടെ ഭക്ഷണ രീതിയിലും ഫിസിക്കൽ അപ്പിയറൻസിൽ പിന്നെ ബയോളജിക്കൽ നമുക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെയിൻ നന്നായി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ കുറേ മാറ്റങ്ങൾ, ജീനിൽ കുറേ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ പഴയ മനുഷ്യനിൽ നിന്ന് പുതിയൊരു മനുഷ്യനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് എവല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവല്യൂഷൻ്റെ കുറച്ച് തിയറീസും എവല്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് സയൻറ്റിസ്റ്റിനെ കുറിച്ചും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദി ചാപ്റ്റർ പാർട്സ് ഓഫ് എവല്യൂഷൻ. നമ്മുടെ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു യങ് മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. കാരണം എന്താണ്? ആൾക്ക് ഭയങ്കരമായ ചുമയും കഫക്കെട്ടും ഒക്കെ അനുഭവപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ കുറെ എക്സ്റേ ചെക്കപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയരോഗമാണ്. ഓക്കെ, ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഡയഗ്നോസ് ചെയ്തു. അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്തു? ഒരു 6 വീക്സിനായിട്ട് സെവറൽ ആൻറ്റിബയോട്ടിക്സ് ആൾക്ക് കൊടുത്തു. പിന്നീട് ഒരു 33 വീക്സിന് സ്പെസിഫിക് ആൻറ്റിബയോട്ടിക്, ഒരു പ്രത്യേക തരം ആൻറ്റിബയോട്ടിക്, ഒരു സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് ആൾക്ക് കൊടുത്തു. അങ്ങനെ 10 മാസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെയും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഹി വാസ് ക്യൂവേർഡ്. ഓക്കെ, അപ്പോൾ അസുഖം മാറി. 10 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അസുഖം മാറിയതായിട്ട് കാണപ്പെട്ടു. പിന്നെയും ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇതേ സിംറ്റംസ് കാരണം അദ്ദേഹത്തെ പിന്നെയും അഡ്മിറ്റ് ചെയ്ത് ചെക്കപ്സ് ഒക്കെ നടത്തിയപ്പോൾ എന്താ മനസ്സിലായി? പിന്നെയും ആൾക്ക് എന്താണ്? ട്യൂബർകുലോസിസ് ആണെന്ന് മനസ്സിലായി. ഫർദർ എക്സാമിനേഷൻസ് ഒക്കെ നടത്തിയപ്പോൾ ട്യൂബർകുലോസിസിന്റെ ബാക്ടീരിയ പിന്നെയും ആക്ടിവേറ്റഡ് ആയിട്ട് കാണപ്പെട്ടു. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ വന്നെന്ന് അറിയാനായിട്ട് ഒരു ടെസ്റ്റ് അവർ ചെയ്തു. ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്യൂബർകുലോസിസിന്റെ ബാക്ടീരിയന്റെ DNA അവരെടുത്തു. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയനെ നമ്മൾ കണ്ടു അല്ലേ. ഈ ഒരു വ്യക്തിയിൽ ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ ആണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയയുടെ DNA എടുത്തിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്തു. എന്ത് വ്യത്യാസമാണ് ഈ ഒരു ട്യൂബർകുലോസിസ് ബാക്ടീരിയയുടെയും ഈ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയയുടെയും DNAയിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഒരു സ്പെസിഫിക് ജീനിൽ ചെറിയൊരു മ്യൂട്ടേഷൻ സംഭവിച്ചതായിട്ട് കാണപ്പെട്ടു. എന്താണ് മ്യൂട്ടേഷൻ? ഒരു സഡൻ ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഈ ഒരു ബാക്ടീരിയയുടെ ഒരു സ്പെസിഫിക് ജീനിൽ ഒരു പ്രത്യേക മാറ്റം, സ്പെഷ്യൽ എന്താ പറയുക, സഡൻ ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചതായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു മ്യൂട്ടേഷൻ കാരണമാണ് ഈ ബാക്ടീരിയയ്ക്ക് കൂടുതൽ ശക്തി അല്ലെ, ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കാപ്പബിലിറ്റി കിട്ടാനുള്ള കാരണം. ഒരു ഡോക്ടർ നമുക്കൊരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ, ഒരു അസുഖത്തിന് ഒരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇത്ര ദിവസം 5 ഡേയ്സ് കഴിക്കണം, അല്ലെങ്കിൽ 3 ഡേയ്സ് കഴിക്കണം, അല്ലെങ്കിൽ 10 ഡേയ്സ് കഴിക്കണം എന്നൊക്കെ നമ്മൾ ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ടൈം പീരീഡിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സമയത്തോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ടൈം പീരീഡൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളൊരു ബാക്ടീരിയനെ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ബാക്ടീരിയനെ നശിപ്പിച്ച് കളയാനാണ് നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പീരീഡ് ആ ഒരു ആൻറ്റിബയോട്ടിക് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു ബാക്ടീരിയയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിക്കാനും ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിന് എതിരെ അവർക്ക് റെസിസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഈ ഒരു ഇൻസിഡൻറ്റിൽ എന്ത് സംഭവിച്ചു? ആ ഒരു ആൻറ്റിബയോട്ടിക് കുറേ നാൾ ആ ഒരു ഇൻഡിവിജ്വലിൽ ഉണ്ടായപ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്തു? ആ ഒരു ആൻറ്റിബയോട്ടിക്കിനെതിരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ DNA മാറ്റം വരുത്തി അവരതിനെ റെസിസ്റ്റൻ്റ് ആയി. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? ദ മ്യൂട്ടേറ്റഡ് ബാക്ടീരിയ മൾട്ടിപ്ലൈഡ് ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് കോസസ് ദ ഡിസീസ് എഗെയിൻ അല്ലേ. അപ്പോൾ എന്ത് പറ്റി? അവർക്ക് സുഖമായിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനും ആൻറ്റിബയോട്ടിക് ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ അതിജീവിച്ച് നിൽക്കാനും ആ ബാക്ടീരിയയ്ക്ക് പറ്റി. അപ്പോൾ ടെക്സ്റ്റിൽ നമ്മൾ ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വാസ് ദ ട്രീറ്റ്മെന്റ് ഗിവൺ ഇനീഷ്യലി ടു ക്യൂർ ദ ഡിസീസ് ആൻഡ് വാട്ട് വാസ് ഇറ്റ്സ് റിസൾട്ട്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ട്രീറ്റ്മെന്റ് എന്തായിരുന്നു? അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? അപ്പോൾ എന്തായിരുന്നു നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്? 6 വീക്സിന് നമ്മൾ സെവറൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിരുന്നു. ആൻഡ് ഫോർ 33 വീക്സിന് ഒരു സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് കൊടുത്തു. തുടർച്ചയായിട്ടൊരു 33 ആഴ്ച എന്ത് ചെയ്തു? ഒരു സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് കൊടുത്തു. റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിസീസ് ക്യൂർഡ് ആയി. And the second question is why didn't the disease get cured even after giving treatment for the second time? അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ഈ ഒരു അസുഖം വന്നപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക്സ് രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്തപ്പോൾ എന്തുണ്ടായില്ല? ആ ഡിസീസ് ക്യൂർ ആയില്ല. അതിനുള്ള കാരണം എന്താണ്? ദ ട്യൂബർകുലോസിസ് ബാക്ടീരിയ ബിക്കെയിം റെസിസ്റ്റന്റ് ടു ആൻറ്റിബയോട്ടിക് അല്ലെ. ആൻറ്റിബയോട്ടിക്കിനെതിരെ അവർ റെസിസ്റ്റന്റ് ആയി. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഹൗ ഡിഡ് ദ ട്യൂബർകുലോസിസ് ബാക്ടീരിയ അക്വയർ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ്? ആൻറ്റിബയോട്ടിക്സിനെതിരെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഈ ഒരു ബാക്ടീരിയ ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദ്യം.
അങ്ങനെയാണ് ആ ഒരു റെസിസ്റ്റൻസ് അവർക്ക് കിട്ടിയത് ത്രൂ എ മ്യൂട്ടേഷൻ ഇൻ സ്പെസിഫിക് ജീൻ അല്ലേ. ആ ഒരു സ്പെസിഫിക് ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ കാരണമാണ് അവർക്ക് ആ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ബാക്ടീരിയ ട്രാൻസ്മിറ്റ് ദിസ് എബിലിറ്റി ടു ദെയർ നെക്സ്റ്റ് ജനറേഷൻ. അവരുടെ ഈ ഒരു എബിലിറ്റി അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ എബിലിറ്റി എന്താണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നാണ് അവരുടെ ആ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എബിലിറ്റി അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ആ ഒരു ജനറേഷനിലും നെക്സ്റ്റ് ജനറേഷൻസിലും എന്ത് സംഭവിക്കും? ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുക. അടുത്തതായിട്ട് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് എന്താണ്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എ ഗ്രോയിങ് ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ. ഡോക്ടേഴ്സ്, പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽസ് ആൻഡ് സയന്റിസ്റ്റ് want that some of the most trusted antibiotics currently used are ineffective against bacteria called superbugs. നമ്മുടെ നിലവിലുള്ള പലതരം ആന്റിബയോട്ടിക്സ് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ആന്റിബയോട്ടിക്സ് ഒന്നും ഈ സൂപ്പർബഗ്സ് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് ഏൽക്കുന്നില്ല. എത്ര ആന്റിബയോട്ടിക്സ് കൊടുത്താലും ഈ ബാക്ടീരിയകളൊന്നും നശിച്ചു പോകുന്നില്ല. അപ്പോൾ ഇതൊരു ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് പറയുന്നതാണ് ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സൂപ്പർബഗ്സ് നമുക്ക് നോക്കാം. Bacteria that are resistant to antibiotics multiply and cause diseases. This resistance caused due to mutations can be transmitted to their next generation. അതായത് ഈ ബാക്ടീരിയസിന് എന്താണ്? അവർ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ ആന്റിബയോട്ടിക്സിന്റെ പ്രസൻസിൽ പോലും അവർ മൾട്ടിപ്ലൈ ചെയ്ത് അസുഖം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അസുഖം വരാനുള്ള മെയിൻ കാരണം എന്താണ്? മ്യൂട്ടേഷൻ ആണ്. ഇത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഓവർ ടൈം ദ പ്രൊപ്പോർഷൻ ഓഫ് ദ റെസിസ്റ്റന്റ് ബാക്ടീരിയ ഇൻക്രീസസ് ആൻഡ് ത്രൂ മെനി അതർ മ്യൂട്ടേഷൻസ് ദേ അക്വയർ എബിലിറ്റി ടു റെസിസ്റ്റ് മോർ ദാൻ വൺ ആന്റിബയോട്ടിക്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയും, സൂപ്പർ ബഗ്സിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നതാണ് അവർ ഒരു ആന്റിബയോട്ടിക് അല്ല പല ആന്റിബയോട്ടിക്കിനെതിരെ അവർ ആ ഒരു റെസിസ്റ്റൻസ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ആന്റിബയോട്ടിക് പലതരം നമ്മൾ ഈ ഒരു അസുഖത്തിന് തന്നെ പല ആന്റിബയോട്ടിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതെല്ലാം കൊടുത്താലും ഈ ഒരു ബാക്ടീരിയ തന്നെ ഒക്കെ എന്താണ് റെസിസ്റ്റന്റ് ആയിട്ട് കാണപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടാവും? നമ്മൾ ആ കൊടുക്കുന്ന മരുന്നിനൊന്നും ആ ബാക്ടീരിയയെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഡ്രഗിന് റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ബാക്ടീരിയാസിനെ പറയുന്ന പേരാണ് സൂപ്പർ ബഗ്സ്. ദ ഫോർമേഷൻ ഓഫ് സച്ച് ബാക്ടീരിയ ഹാസ് ബിക്കം എ മേജർ കൺസേൺ ഇൻ ഹെൽത്ത് കെയർ ആസ് കോമൺ ആന്റിബയോട്ടിക്സ് ടേൺ ഇൻഎഫക്റ്റീവ് അഗെയിൻസ്റ്റ്. നമ്മൾ എന്തൊക്കെ ആന്റിബയോട്ടിക്സ് കൊടുത്താലും ആ ഒരു ബാക്ടീരിയയെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹെൽത്ത് കെയറിലൊക്കെ ഭയങ്കര ഒരു മേജർ കൺസേൺ ആയിട്ട് മാറാണ് ഈ സൂപ്പർ ബഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെട്ട സൂപ്പർ ബഗ്സ് ഒക്കെ അവരുടെ ഒരു എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്ത് പോകാനായിട്ട് ചില മാറ്റങ്ങൾ ആ ജീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് സിംഗിൾ പ്രിമിറ്റീവ് സെല്ലിൽ നിന്നാണ്. ആ ഒരു സിംഗിൾ പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് ഇന്ന് കാണുന്ന ഒരു ഡൈവേഴ്സ് ഓർഗാനിസത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറേ പ്രോസസ്സുകൾ നടന്നിട്ടുണ്ട്. ഇതേപോലെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മാറ്റങ്ങൾ ജീൻസിൽ ഓരോ ഓർഗാനിസത്തിലും വരുത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ഡൈവേഴ്സിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സുകൾ പറയുന്ന പേരാണ് എവല്യൂഷൻ. ഈ എവല്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറേ സയന്റിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ലാമാർക്ക്. So this is Jean-Baptiste Lamarck. He was the French biologist who initiated early discussions related to biological evolution. Biological evolutions നെ കുറിച്ച് തുടക്കം ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിരുന്ന ആളാണ് ലാമാർക്ക്. His ideas are known as Lamarckism. അപ്പോൾ ആളുടെ ഐഡിയാസിനെ പറയുന്ന പേരാണ് ലാമാർക്കിസം എന്ന് പറയുന്നത്. And the theory is called the theory of inheritance of acquired characters. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം ജീൻ-ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയണം. അപ്പോൾ ലാമാർക്കിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇലിസ്ട്രേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു സ്കില്ല് പഠിച്ചു, എൻ്റെ ഒരു ലൈഫിൽ ഞാനൊരു സ്കില്ല് പഠിച്ചു. ഈ ഒരു സ്കില്ല് ഞാൻ എൻ്റെ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യണത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അപ്പോൾ എൻ്റെ അടുത്ത ജനറേഷനിൽ ആ സ്കില്ല് ഓൾറെഡി ജനിക്കുമ്പോഴേ അവർക്ക് ആ ഒരു സ്കില്ലുണ്ട്. പിന്നെയും അവരൊരു വേറെ സ്കില്ല് പഠിക്കാൻ ഈ സ്കില്ലുകൾ പഠിക്കുന്ന സ്കില്ലുകൾ അടുത്ത ജനറേഷനിലേക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്ത് പോകുന്നതിനെയാണ് ഈ ഒരു അക്വയർഡ് ട്രേറ്റ്സ് അല്ലെങ്കിൽ അക്വയർഡ് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് എവല്യൂഷൻ നടക്കുന്നതെന്നാണ് ലാമാർക്ക് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജിറാഫ്സ് വിത്ത് ഷോർട്ട് നെക്സ് ദാറ്റ് ഫീഡ് ഓൺ ദ ഗ്രൗണ്ട്. തുടക്കത്തിൽ നല്ലൊരു കഥ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ജിറാഫ്സ് ഒക്കെ ആദ്യമേ ലോങ് നെക്കുള്ള ജിറാഫുകളായിരുന്നില്ല, അവർക്ക് ഷോർട്ട് നെക്കായിരുന്നു. സാധാരണ നമ്മുടെ ഡീറിൻ്റെ ഒക്കെ പോലെ കാണുന്ന ഒരു ഓർഗാനിസം തന്നെയായിരുന്നു ജിറാഫും. ഷോർട്ട് നെക്കായിരുന്നു. അവരിങ്ങനെ താഴെ ഗ്രൗണ്ടിലൊക്കെ ഫീഡ് ചെയ്ത് നടന്നിരുന്ന ആൾക്കാരായിരുന്നു. പിന്നീട് ദ ജിറാഫ്സ് നെക്ക് ഇലോങ്ങേറ്റ്സ് ആസ് ഇറ്റ് സ്ട്രെച്ചസ് ഇറ്റ്സ് നെക്ക് ടു റീച്ച് ഫോർ ലീവ്സ് ഫ്രം ഹയർ ബ്രാഞ്ചസ് ഡ്യൂ ടു ഫുഡ് സ്കേഴ്സിറ്റി. അപ്പോൾ അവർ താഴെ ഇങ്ങനെ പുല്ലൊക്കെ തിന്ന് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അടിയിലുള്ള പുല്ലുകളൊക്കെ തിരുന്നപ്പോൾ പതുക്കെ അവരെന്ത് ചെയ്തു? അവർ ഓരോ ട്രീസിൻ്റെ ബ്രാഞ്ചിലേക്ക് അവരുടെ നെക്ക് ഇലോങ്ങേറ്റ് ചെയ്ത് അവിടുത്തെ
ലീവ്സ് ഒക്കെ കഴിച്ചു. ഓരോ ഭാഗത്തും അവർക്ക് സ്കേഴ്സിറ്റി, അവരുടെ ആ ഇലകളൊക്കെ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, പിന്നെയും കഴുത്ത് നീട്ടും. അങ്ങനെ കഴുത്ത് നീട്ടി നീട്ടി അവരുടെ നെക്ക് ഇലോങ്ങേറ്റഡ് ആയിട്ട് മാറി. Acquired characters were transmitted through generations, leading to the emergence of giraffes with longer necks. അങ്ങനെ ആ ജനറേഷനിൽ നിന്ന് അവർ അക്വയർ ചെയ്ത ഒരു സ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അക്വയർ ചെയ്ത ഒരു ക്യാരക്ടറാണ് ലോങ് നെക്ക് എന്ന് പറയുന്നത്. ഹൈറ്റ് ഉള്ള ബ്രാഞ്ചസിൽ നിന്ന് അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ട്രീസിൽ നിന്ന് ലീവ്സിനെ കഴിക്കാൻ പാകത്തിനുള്ള അവർക്കൊരു നെക്ക് അവർ ഡെവലപ്പ് ചെയ്തു. അത് അവരെന്ത് ചെയ്തു, അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്തു. അങ്ങനെ ആ ഒരു സ്പീഷ്യസ് ത്രൂ ഔട്ട് എന്താണ്, അവരിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള നെക്കുള്ള സ്പീഷ്യസ് ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു എക്സാമ്പിളിലൂടെയാണ് ലാമാർക്ക് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നുള്ളൊരു തിയറി ഡെവലപ്പ് ചെയ്തത്. എവല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തി മോഡേൺ എവല്യൂഷന് ഫൗണ്ടേഷൻ കൊടുത്ത ഒരാളാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിന്റെ ഐഡിയാസിനെയാണ് നമ്മൾ ഡാർവിനിസം എന്നുകൊണ്ട് പറയുന്നത്. അപ്പൊ ആളുടെ തിയറിയാണ് ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഈ ഒരു തിയറി ആരുടെയാന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റണം, ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആരുടെയാണ്, ചാൾസ് ഡാർവിൻ്റെയാണ്. ആൻഡ് ഹി വാസ് ബോൺ ഓൺ 12 February 1809 അറ്റ് ഷ്യൂസ്ബറി, ഇംഗ്ലണ്ട്, ഇൻ എ ഫാമിലി ഓഫ് വെൽ എഡ്യൂക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ട്. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 22 ഹി എംബാർക്കഡ് ഓൺ എ 5-year voyage on the ship HMS Beagle for cartographical purpose. അത് മാപ്പൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ ലൊക്കേഷൻസും മാപ്പൊക്കെ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെയാണ് നമ്മൾ കാർട്ടോഗ്രാഫിക്കൽ പർപ്പസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, 5-year voyage സ്റ്റാർട്ട് ചെയ്തു. ഏത് ഷിപ്പിലാണ് വോയേജ് സ്റ്റാർട്ട് ചെയ്തത്, HMS ബീഗിൾ. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡാർവിനെ കുറിച്ച് പറയുമ്പോൾ ഏത് ഷിപ്പിലാണ് അദ്ദേഹം വോയേജ് നടത്തിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന HMS ബീഗിളിലാണ്. During this voyage, Darwin explored areas including South America, Australia and Galapagos Island. അങ്ങനെ പല ഏരിയാസും ഒരു വോയേജിലൂടെ കടന്നുപോയി. He had meticulously observed and documented the diversity of flora and fauna there. അപ്പോൾ അവിടെയുള്ള ഓർഗാനിസം, പ്ലാന്റ്സ്, എനിമൽസ്, ഇൻസെക്ട്സ്, അപ്പോൾ അവിടെയുള്ള എല്ലാവരെയും അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്ടേണിംഗ് ടു ഇംഗ്ലണ്ട് ഇൻ 1836, ഡാർവിൻ അനലൈസ്ഡ് ദ സ്പെസിമെൻസ് ആൻഡ് ഒബ്സർവേഷൻസ് ഹി ഹാഡ് മെയ്ഡ് ആൻഡ് ഡീപ്ലി സ്റ്റഡീഡ് ദ. അവിടെ കണ്ടതെല്ലാം അദ്ദേഹം നോട്ട് ചെയ്തു, കുറച്ച് സ്പെസിമെൻസ് ഒക്കെ എടുത്തു. അങ്ങനെ തിരിച്ച് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ സ്റ്റഡീസ് ഡാർവിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡാർവിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് തോമസ് മാൽത്തസ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആണ് ആൻഡ് ഡെമോഗ്രാഫറാണ്. ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് when the human population grows rapidly, food production will not increase in accordance with that, and it may lead to problems such as poverty, disease and war. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ഗ്രോത്തിനനുസരിച്ച് ഒരു ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ യുദ്ധം, ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം തന്നെ അവിടെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് തോമസ് മാൽത്തസ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ് എന്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഡാർവിൻ്റെ ആ ഒരു തിയറി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡാർവിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റൊരാളാണ് ആൽഫ്രഡ് റസൽ വാലസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. ആൻഡ് ഹീ ഈസ് എ ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റ്. ദ പേപ്പേഴ്സ് ഓഫ് ഡാർവിൻ ആൻഡ് വാലസ് വർ പ്രസന്റഡ് അറ്റ് എ സയൻസ് കോൺഫറൻസ്. ഇവർ രണ്ടുപേരുടെയും പേപ്പേഴ്സ് ഒരു സയൻസ് കോൺഫറൻസിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ 1859 ഹി ഇലാബറേറ്റഡ് ആൻഡ് പ്രസന്റഡ് ഹിസ് ഐഡിയാസ് ഇൻ ദ ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇപ്പോൾ ഡാർവിൻ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസും കണ്ടുപിടുത്തങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Although his observations were initially opposed by the society, as more and more evidences emerged, Darwin's theory of evolution gained widespread acceptance. ആദ്യമൊന്നും സൊസൈറ്റി ഡാർവിൻ്റെ തിയറിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറേ എവിഡൻസസും കാര്യങ്ങളും ഈ ഒരു തിയറിനെ ബേസ് ചെയ്ത് വന്നപ്പോൾ ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷന് വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി. ചാൾസ് ഡാർവിൻ തൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന ഒരു തിയറി പ്രപ്പോസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗാലപ്പാഗോസ് ഐലൻഡിൽ കണ്ടിരുന്ന ഫിഞ്ചസിൻ്റെ ബീക്സിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ബീക്സിലുള്ള ഡൈവേഴ്സിറ്റി കാരണമാണ്. ഗാലപ്പാഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഐലൻഡ്സ് ആണ്, ചെറിയ ചെറിയ ഐലൻഡ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എല്ലാ ഐലൻഡ്സിലും ടൈപ്പ് ഓഫ് ബേർഡ്സ്, ചെറിയ ഫിഞ്ചസിനെ അവിടെ കണ്ടു. കാണുമ്പോൾ എല്ലാവരും ആദ്യം ഒരേപോലെയാണ് തോന്നിയത്. പക്ഷെ കെയർഫുള്ളി അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? അവരുടെ എല്ലാം ബീക്സിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഓരോ ഐലൻഡ്സിലും കാണുന്ന ബേർഡ്സിൻ്റെ ബീക്സിൽ മാത്രം ചെറിയ വേരിയേഷൻസ് അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസെസ്ട്രൽ ഫിഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് അവരുടെ ഒരു കോമൺ കാണുന്ന ഒരു ഫിഞ്ചസ്. ഓക്കെ, കോമൺ കാണുന്ന ഒരു ബേർഡിൻ്റെ ഫീച്ചേഴ്സാണ്. അതിൻ്റെ ബീക്കൊക്കെ എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ടുള്ള മോഡറേറ്റ് സ്ട്രെങ്ത് ഉള്ള ഒരു ബീക്കാണ്. ഈ ഒരു നോർമൽ ഫിഞ്ചിൽ നിന്ന്
വേരിയേഷൻസ് വന്നിട്ടുള്ള ആൾക്കാരാണ് സീഡ് ഈറ്റിംഗ് ഫിഞ്ച്, കാക്ടസ് ഈറ്റേഴ്സ്, ഇൻസെക്ട് ഈറ്റേഴ്സ്, അങ്ങനെ പലതരം ഫിഞ്ചസ് അവിടെ കാണാൻ പറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചിന്റെ പ്രത്യേകത അവരുടെ ബീക്കിൽ എന്ത് വേരിയേഷൻസ് ആണ് വന്നത്, കുറച്ചും കൂടെ ഷോർട്ടായിട്ടുള്ള ബീക്കാണ്. ഷോർട്ടായിട്ടും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബീക്കാണ് സീഡ് ഈറ്റിംഗ് ഫിഞ്ചിൽ കാണുന്നത്. പിന്നെ കാക്ടസ് ഈറ്റേഴ്സിൽ കാണുന്ന ബീക്കിന്റെ പ്രത്യേകത എന്താണ്, അവർക്ക് കുറച്ചും കൂടെ ലെങ്ത് ആയിട്ടുള്ള അല്ലെ, ഇതുപോലൊരു ഷോർട്ട് ആയിട്ടുള്ള ബീക്കല്ല, കുറച്ചും കൂടെ ലെങ്ത് ഒരു ബീക്കാണ് അവിടെ കാണുന്നത്. അപ്പൊ അതേപോലെ ഇൻസെക്ട് ഈറ്റേഴ്സിൽ കാണുന്ന ഫിഞ്ചിന്റെ പ്രത്യേകത എന്താണ്, കുറച്ചും കൂടെ പോയിന്റഡ് ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ബീക്കാണ് ഇൻസെക്ട് ഈറ്റേഴ്സിൽ കാണുന്നത്. അപ്പൊ ഈ ഒരു ആൻസിസ്ട്രൽ ഫിഞ്ചിൽ നിന്ന് ചെറിയ ചെറിയ വേരിയേഷൻസ് വന്ന് ഒരു പുതിയൊരു സ്പീഷീസ് പോലെ ആയി കാണപ്പെട്ടവരാണ് ഈ സീഡ് ഈറ്റിംഗ് ഫിഞ്ച്, കാക്ടസ് ഈറ്റേഴ്സ്, ഇൻസെക്ട് ഈറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ബേസിക് ഒബ്സർവേഷനിൽ നിന്നാണ് അദ്ദേഹം തന്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫിഞ്ചസ് എന്ന് പറയുന്നത് ആരെയാണ്, നമ്മുടെ സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ഫിഞ്ചസിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫിഞ്ചസ് എന്ന് പറയുന്നത്. അവർ ഗ്രൗണ്ടിൽ ഡ്വെൽ ചെയ്യുന്നവരാണ്, സീഡ് കഴിക്കുന്നവരാണ്. കാക്ടസ് ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാക്ടസ് ഈറ്റേഴ്സ് ആണ്. അവർ ഇൻഹാബിറ്റ് ചെയ്യുന്നത് കാക്ടസിലാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്രീ ഫിഞ്ചസ്. ട്രീ ഫിഞ്ചസ് എന്ന് പറഞ്ഞ ആരാണ്, അവർ ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള ഇൻസെക്ട് ഈറ്റേഴ്സിനെയാണ് നമ്മൾ ട്രീ ഫിഞ്ചസ് എന്ന് പറഞ്ഞത്. അവർ ട്രീയിലാണ് ഇൻഹാബിറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ട്രീയിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഇൻസെക്ട്സിനൊക്കെ അവർ കഴിക്കും. ദ മേജർ ഡിഫറൻസ് ദീസ് സ്പീഷീസ് എക്സിബിറ്റ് ഈസ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ബീക്ക്. അപ്പോൾ ഒരു മേജർ ഡിഫറൻസ് അവർ ഈ ഒരു സ്പീഷീസുകൾ തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് അവരുടെ ബീക്കിന്റെ ഷേപ്പിലും സൈസിലും, രണ്ട് കാര്യത്തിൽ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ബീക്കിനാണ് മെയിൻ ഡിഫറൻസ് കാണുന്നത്. ദ ബീക്സ് ഓഫ് മീഡിയം സൈസ്ഡ് സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ആർ ഡിഫറെന്റ് ഫ്രം ദോസ് ഓഫ് ലാർജ് സീഡ് ഈറ്റിംഗ് ആൻഡ് ഇൻസെക്ട് ഈറ്റിംഗ് വൺസ്. അപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സീഡ് കഴിക്കുന്ന ഫിഞ്ചിന്റെ ബീക്കിലെ സൈസ് ആൻഡ് ഷേപ്പ് എന്ന് പറയുന്നതും ലാർജ് സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ഫിഞ്ചസിന്റെയും ഇൻസെക്റ്റിനെ കഴിക്കുന്ന ഫിഞ്ചസിന്റെ ബീക്കിന്റെ സൈസ് ആൻഡ് ഷേപ്പ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. The beaks are their main means to obtain food. Birds with beaks of suitable shape or size, depending on the availability of food resources in the environment, will survive and produce more offspring. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് പറയുന്നത്, അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന മെയിൻ മീൻസ് എന്ന് പറയുന്നതാണ് അവർ ബീക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫുഡിന്റെ അവൈലബിൾ അല്ലെങ്കിൽ ഫുഡിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഇപ്പോൾ സീഡ് ഈറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഇൻസെക്റ്റിനെ കഴിക്കുന്നതാണോ, അവർ എവിടെ നിന്നാണ് അതിനെ പിക്ക് ചെയ്ത് കഴിക്കുന്നത്, അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ബീക്കിന്റെ ഷേപ്പും സൈസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് റിസോഴ്സസിന് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ ബീക്കിൽ വരുത്തുന്ന ചേഞ്ചസ് അല്ലെ, ആ ബീക്കിൽ ചേഞ്ചസ് വരുത്തി അതിനെ സർവൈവ് ചെയ്യുന്നവർ മാത്രമാണ് അടുത്തൊരു ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അല്ലെ. ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, അത് കഴിക്കാനായിട്ട് പ്രാപ്തരാകുന്ന ഫിഞ്ചസിനെ മാത്രമാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ഡാർവിന്റെ തിയറിയുടെ ഒരു ബേസിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയൊരു സ്പീഷീസ് എമേർജ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയൊരു സ്പീഷീസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എവല്യൂഷൻ നടക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, തൻ്റെ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു റീസൺ ആണ് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്സ് ദാൻ എൻവയോൺമെന്റ് ക്യാൻ സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ആ ഒരു എൻവയോൺമെന്റിനെ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും, ആ ഓർഗാനിസത്തിന് അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പോകാനുള്ള എൻവയോൺമെന്റും കാര്യങ്ങളും അവിടെ കിട്ടില്ല. ഓട്ടോമാറ്റിക്കലി അവർക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്താണ്, ഓവർ പ്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് വേരിയേഷൻസ് ആണ്. ഓർഗാനിസം ഷോ ഡിഫറൻസസ് ഫ്രം ഈച്ച് അതർ ഇൻ മോസ്റ്റ് ഫീച്ചേഴ്സ് സച്ച് ആസ് ദ ഷേപ്പ്, ഇമ്മ്യൂണിറ്റി ആൻഡ് സീഡ് പ്രൊഡക്ഷൻ. ദീസ് വേരിയേഷൻസ് ക്യാൻ ബി ഫേവറബിൾ ഓർ ഹാർംഫുൾ ടു ദ ഓർഗാനിസം. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നതാണ് വേരിയേഷൻ ആണ്. ഒരു സ്പീഷീസിൽ തന്നെയുള്ള ഓർഗാനിസംസ് തമ്മിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ആദ്യം ഉണ്ടാവാം. ഇപ്പോൾ അതിലിപ്പോൾ സൈസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ആയിരിക്കാം, സീഡ് പ്രൊഡക്ഷൻ, പ്ലാന്റ്സിന്റെ കേസിലൊക്കെ ആണെങ്കിൽ സീഡിന്റെ പ്രൊഡക്ഷൻ, ഇതിലൊക്കെ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഈ ഒരു വ്യത്യാസം ആ ഒരു ഓർഗാനിസത്തിന് ചിലപ്പോൾ ഫേവറബിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഹാർംഫുൾ ആയിരിക്കാം. ഹാർംഫുൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓർഗാനിസം പതുക്കെ ഡിസപ്പിയർ ആയി പോകും. ഫേവറബിൾ ആണെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പുതിയൊരു ജനറേഷനൊക്കെ ആയിട്ട് അങ്ങനെ അവർ ഡെവലപ്പ് ചെയ്ത് പോകും. കോവിഡ് സമയം വന്നപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി ഓൾറെഡി ഉണ്ട്, ചിലവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർക്ക് ആ ഒരു കണ്ടീഷനിൽ അവർ ഫേവറബിൾ ആണ്. ഫേവറബിൾ ആയിട്ടുള്ളവർ ഓട്ടോമാറ്റിക്കലി ഒരു കോവിഡിന്റെ ഒരു ടൈം അതിജീവിച്ച് വന്നവരാണ്. ചിലവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു, അവർ ആ ഒരു ഫേസ് കടന്ന് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് മെയ്സ് വിൽ ലീഡ് ടു കോമ്പറ്റീഷൻ എമംഗ് ഓർഗാനിസം. അപ്പോൾ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്താ പറയുക, ഒരു വാർ നടക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ ഫുഡ്
അല്ലെങ്കിൽ ഒരു ഫുഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ലിമിറ്റഡ് ആണ് ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ ഒത്തിരി പേര് ആ ഒരു ഫുഡിന് വേണ്ടിയിട്ട് അവിടെ സ്ട്രഗിൾ ചെയ്യും, ഒത്തിരി പേര് അവിടെ വാർ നടക്കും. അതിൽ ഫുഡ് കിട്ടിയവരെന്താണ്, അവർക്ക് ജീവിക്കാൻ പറ്റും, ഫുഡ് കിട്ടാത്തവർ അവിടെ ഡിസപ്പിയർ ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് സർവൈവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, ദേ റിപ്രൊഡ്യൂസ് മോർ എഫക്റ്റീവ്ലി ആൻഡ് ക്രിയേറ്റ് ന്യൂ ജനറേഷൻ. അപ്പോൾ ഈ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നടന്നു കഴിഞ്ഞാൽ അതിൽ ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവർ, ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളവർ മാത്രം എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. ആൻഡ് ദേ ക്യാൻ റിപ്രൊഡ്യൂസ് എഫക്റ്റീവ്ലി ആൻഡ് ക്രിയേറ്റ് ന്യൂ ജനറേഷൻ. അവർ മാത്രം പിന്നെയും ജീവിച്ച് അടുത്തൊരു ജനറേഷന് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് ഈസ് ദ നാച്ചുറൽ സെലക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നാച്ചുറൽ സെലക്ഷൻ. ഫേവറബിൾ വേരിയേഷൻസ് ആർ പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പം നല്ലൊരു ഫീച്ചറാണ് അവിടെ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ നേച്ചർ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറും. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളവരെ മാത്രം എന്ത് ചെയ്തു, നേച്ചർ സെലക്ട് ചെയ്ത് അടുത്ത ഒരു ഫേസിലേക്ക് കടത്തി വിട്ടു. ഇമ്മ്യൂണിറ്റി കുറവുള്ളവരൊക്കെ അവിടെ മാറ്റി നിർത്തി ഇമ്മ്യൂണിറ്റി ഉള്ളവരെ മാത്രമാണ് നെക്സ്റ്റ് ഫേസിലേക്ക് കടത്തി വിട്ടത്. മോർ വേരിയേഷൻസ് അക്യുമുലേറ്റ് ഓവർ ടൈം ലീഡിങ് ടു the creation of organisms that are unable to reproduce within the species. അപ്പോൾ ആ ഒരു സ്പീഷ്യസിൽ പിന്നെയും കൂടുതൽ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് അവർ പുതിയൊരു സ്പീഷ്യസ് ആയി മാറും. ഇങ്ങനെയാണ് ഒരു പുതിയ സ്പീഷ്യസ് എമർജ് ചെയ്ത് വരുന്നതെന്നാണ് ഡാർവിൻ പറയുന്നത്. അപ്പം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഒരു സ്പീഷ്യസ് എമർജ് ചെയ്യാനുള്ള നമ്മൾ പറഞ്ഞത്? ഓവർ പ്രൊഡക്ഷൻ നടന്നപ്പോൾ ചില ഓർഗാനിസിൽ ചില വേരിയേഷൻസ് കാണപ്പെട്ടു. ആൻഡ് ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അവർ തമ്മിൽ സ്ട്രഗിൾ ചെയ്യാണ്, ഒരു വാർ നടക്കുകയാണ് ആ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഫിറ്റ് ആയിട്ടുള്ളവർ മാത്രം അടുത്ത ഒരു ഫേസിലേക്ക് കടന്നു. അതിന് നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും. ആൻഡ് ദ ലാസ്റ്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ. നേച്ചർ എന്ത് ചെയ്യാണ്, ആ ഒരു ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സെലക്ഷൻ നടത്തി നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ കൊണ്ട് പറയുന്നത്. നമ്മൾ രണ്ട് ഐഡിയാസ് നമ്മൾ പഠിച്ചു അല്ലെ, ലാമാർക്കിന്റെ തിയറി പഠിച്ചു, ഡാർവിന്റെ തിയറി നമ്മൾ പഠിച്ചു. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ ലാമാർക്കിസിൽ എന്താണ് പറയുന്നത്? ജിറാഫ്സ് ഓഫ് ഏർലിയർ പീരീഡ്സ് ഷോർട്ട് നെക്ക്. ആദ്യം ഉണ്ടായിരുന്ന ജിറാഫ്സിന്റെ ഒക്കെ നെക്ക് എങ്ങനെയായിരുന്നു? ഷോർട്ടാണ്, എല്ലാവർക്കും ഷോർട്ട് നെക്ഡ് ആയിരുന്നു എന്നാണ് ലാമാർക്ക് പറയുന്നത്. ദ സെയിം ടൈം ഡാർവിൻ എന്താണ് പറയുന്നത്? ജിറാഫ്സ് വിത്ത് നെക്സ് ഓഫ് വേരിയിങ് ലെങ്ത്. അവിടെ വേരിയേഷൻസ് ആ ഒരു ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്പീഷ്യസിൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഡാർവിൻ പറയുന്നത്. ഷോർട്ട് നെക്ക് ആയിട്ടുള്ള ജിറാഫ്സ് ഉണ്ടായിരുന്നു, ലോങ് നെക്കിലായിട്ടുള്ള ജിറാഫ്സ് ഉണ്ടായിരുന്നു, ഒരു മീഡിയം ലെങ്ത് ഉണ്ടായിരുന്ന ജിറാഫ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ജിറാഫ്സ് എന്നാണ് ഡാർവിൻ പറയുന്നത്. ആൻഡ് ലാമാർക്ക് പറയുന്നത് എന്താണ്? ജിറാഫ്സ് ബിഗാൻ ടു സ്ട്രെച്ച് ദെയർ നെക്ക് ടു ഒബ്റ്റെയിൻ ഫുഡ്. അപ്പോൾ ഒരു ഫുഡിന്റെ സ്കേഴ്സിറ്റി വന്നപ്പോൾ അവർ ആ ഒരു ഷോർട്ട് നെക്കിൽ അവർ കഴിച്ചിരുന്ന ആ ഒരു ഏരിയയിൽ ഫുഡിന്റെ സ്കേഴ്സിറ്റി വന്നപ്പോൾ അവർ എന്ത് ചെയ്തു, ഇതിനും കൂടി ഹൈ റേഞ്ചിലേക്ക് അവർ ഈ ഫുഡ് അന്വേഷിച്ച് പോയപ്പോൾ അവർ ലെങ്ത് ഇലോങ്ങേറ്റഡ് ആയി എന്നാണ് ലാമാർക്ക് പറയുന്നത്. അപ്പോൾ ഡാർവിൻ എന്താ പറയുന്നത്? ഓൺലി ദ ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ്ഡ് ഇൻ ദ കോമ്പറ്റീഷൻ ഫോർ ഫുഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ കോമ്പറ്റീഷൻ നടക്കുകയാണ്. നെക്കിന് പല ലെങ്ത്തുള്ള ജിറാഫ്സ് ഉണ്ടായിരുന്നു, അതിൽ ഫുഡ് ഗ്രാബ് ചെയ്യാൻ പറ്റിയത് ലോങ് നെക്ഡ് ആയിട്ടുള്ള ജിറാഫ്സിന് മാത്രമായിരുന്നു. അപ്പോൾ ഷോർട്ട് നെക്ക് ഉണ്ടായിരുന്ന എല്ലാ ജിറാഫ്സും അവിടെ കോമ്പറ്റീഷനിൽ ടോസ്റ്റ് ആയി എന്നാണ് ഡാർവിൻ പറയുന്നത്. And in Lamarckism, by continuous use, giraffes with longer necks emerged. അപ്പോൾ ലാമാർക്ക് പറയുന്ന ഒരു കാര്യം അവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ ആ ഒരു ഫീച്ചർ അവർക്ക് കിട്ടിയെന്നാണ് ലാമാർക്ക് പറയുന്നത് അല്ലെ. എൻവയോൺമെന്റ് കോസസ് വേരിയേഷൻസ് ഇൻ ഓർഗാനിസം. അപ്പോൾ ആ ഒരു എൻവയോൺമെന്റ് ആണ് ഓർഗാനിസത്തിൽ അവിടെ വേരിയേഷൻസ് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാ ജിറാഫ്സും എന്തായി, അവർക്ക് ലോങ് നെക്ക് കിട്ടിയെന്നാണ് ലാമാർക്ക് പറയുന്നത്. പക്ഷെ ഡാർവിനിസത്തിൽ എന്താണ് പറയുന്നത്? ഓൺലി ദ ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ്ഡ് ആൻഡ് ബിക്കം ന്യൂ സ്പീഷീസ്. ആ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെ, ഭക്ഷണം കിട്ടാനായിട്ട് ലോങ് നെക്ക് ഉണ്ടായിരുന്ന ജിറാഫ്സിന് മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡ് കിട്ടിയാലാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോങ് നെക്ക് ഉണ്ടായിരുന്ന ജിറാഫ്സ് മാത്രം സർവൈവ് ചെയ്തു, അവർ നെക്സ്റ്റ് ജനറേഷനെ റിപ്രൊഡ്യൂസ് ചെയ്തു, ഒരു പുതിയൊരു സ്പീഷ്യസ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. എൻവയോൺമെന്റ് സെലക്ട് ദ ഫേവറബിൾ വേരിയേഷൻസ് ഇൻ ദ ഓർഗാനിസം. ഇവിടെ എൻവയോൺമെന്റ് എന്ത് ചെയ്തു? ലോങ് നെക്കിനെ ഒരു ഫേവറബിൾ വേരിയേഷൻ ആയിട്ട് കണക്കാക്കി അതിനെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് രണ്ട് തിയറി തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാമാർക്കിസം ആൻഡ് ഡാർവിനിസം. അടുത്ത നമുക്ക് നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിയോ ഡാർവിനിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചാൾസ് ഡാർവിന്റെ തിയറിയും നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഗ്രിഗർ മെൻഡലിന്റെ ജനറ്റിക്സും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് നിയോ ഡാർവിനിസം. അപ്പോൾ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ക്രിറ്റിസിസം ബിക്കോസ് ചാൾസ് ഡാർവിൻ ഹാഡ് നോ ഐഡിയ അബൌട്ട് ദ ജനറ്റിക് ബേസിസ് ഓഫ് വേരിയേഷൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ചാൾസ് ഡാർവിൻ ആദ്യം ഇത് കണ്ടുപിടിച്ചപ്പോൾ കുറച്ച് ക്രിറ്റിസിസം ഒക്കെ ആൾക്ക് നേരിടേണ്ടി വന്നു. കാരണം ജനറ്റിക് വേരിയേഷൻസിനെ കുറിച്ചോ ജനറ്റിക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിനെ കുറിച്ചൊന്നും ചാൾസ് ഡാർവിന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല.
പിന്നീട് with the discoveries of Gregor Mendel and the concept about chromosomes and genes, it was recognized that the causes of variations that led to the evolution were genetic changes. അപ്പോൾ പിന്നീട് ഗ്രിഗർ മെൻഡലിന്റെ സ്റ്റഡീസും ആ കണ്ടുപിടുത്തങ്ങളൊക്കെ കാരണമാണ് ഇത് മനസ്സിലായത്, ഈ ഒരു ഇൻഹെറിറ്റൻസിന്റെയും അല്ലെങ്കിൽ വേരിയേഷൻസിന്റെയും കാരണം എന്താണ്, ജനറ്റിക് മ്യൂട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ജനറ്റിക്സിലൂടെയാണ്, ജീനിലൂടെയാണ് ഇൻഹെറിറ്റൻസ് സംഭവിക്കുന്നതെന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. Later, Darwinism became uncritically rationalized as more evidences and further studies from the field of population genetics, paleontology, environmental science, etc. were added to Darwinism to form Neo-Darwinism. അപ്പോൾ ഈ ഡാർവിൻ്റെ തിയറിയോട് കൂടിച്ചേർന്ന് ഈ പോപ്പുലേഷൻ ജനറ്റിക്സ്, പാലിയോന്റോളജി, എൻവയോൺമെന്റൽ സയൻസ് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആ ഒരു ബാക്ടീരിയയിൽ വന്നത്? ജനറ്റിക് മ്യൂട്ടേഷൻ വന്നിട്ടാണ്, ആ ഒരു ജീനിൽ ചെറിയ മ്യൂട്ടേഷൻ വന്ന് വേരിയേഷൻ വന്നിട്ടാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ എവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. എവല്യൂഷനെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നത് 2 സയന്റിസ്റ്റിനെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, ലാമാർക്കും ഡാർവിനും. അവർ 2 ഐഡിയോളജീസ് നമ്മൾ പഠിച്ചു, ലാമാർക്കിസം ആൻഡ് ഡാർവിനിസം. ഇവരുടെ 2 തിയറീസ് നമ്മൾ പഠിച്ചു. ലാമാർക്കിന്റെ തിയറി ഏതായിരുന്നു? ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു തിയറിയിൽ നമ്മൾ ജിറാഫിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഡാർവിന്റെ തിയറി എന്തായിരുന്നു? ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഡാർവിൻ ഈ ഒരു തിയറിയിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്ന ഒരു കഥ നമ്മൾ പഠിച്ചു അല്ലേ. HMS ബീഗളിൽ വോയേജ് നടത്തി ഗാലപ്പാഗോസ് ഐലൻഡ്സിൽ പോയി അവിടെ ഫിഞ്ചസിന്റെ ബീക്കിന്റെ ഷേപ്പ് ആൻഡ് സൈസിലുള്ള ഒരു വേരിയേഷൻ കണ്ടിട്ടാണ് ആ ഒരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ഡാർവിൻ്റെ തിയറി അനുസരിച്ച് ഒരു സ്പീഷീസ് എങ്ങനെയാണ് എമേർജ് ചെയ്യുന്നത്, ഒരു പുതിയൊരു സ്പീഷീസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. ഓവർ പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. പിന്നീട് നമ്മൾ ലാമാർക്കിസം ഡാർവിനിസം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു. അറ്റ് ലാസ്റ്റ് നിയോ ഡാർവിനിസം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെയിൻ ടോപ്പിക്സ്. എവിഡൻസസ് ഓഫ് എവല്യൂഷനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.